ഹായ് ഫ്രണ്ട്സ്, പ്രകൃതി സുന്ദരമായ സ്ഥലം വടകര ഐത്തല. ഇന്നത്തെ ഞായറാഴ്ച ഒന്ന് കടപ്പുറം വരാമെന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങ് പോകുന്നതാണ്. അപ്പം നല്ല സ്ഥലം ആണ്. അപ്പം ഇവിടെ ഒരു ചെറിയൊരു പാർക്കുണ്ട്, ഒരുപാട് ആളുകളുണ്ട്. അപ്പം ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ആയിരിക്കും ഇന്ന് കൂടുതൽ ആൾ. അപ്പം ഞാനും എൻ്റെ മോക്ക് ഞാൻ ഇതുമായി കൊടുത്തു. എന്തെന്നതിന് വാങ്ങി നമ്മൾ എന്തെന്നാ പറ ഓർക്കന കോപ്പോണ് വാങ്ങിക്കൊടുത്തിരിക്കുകയാണ്. അതും വാങ്ങിക്കൊടുത്ത് ഇവിടെ ഇരുന്നിക്കുക. അപ്പോൾ മറ്റുള്ള കുട്ടികളെല്ലാം എന്തായിട്ടുണ്ട്, ഒരു കളിയിലാണ്, അങ്ങോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഈ ഇവിടുത്തെ വിശേഷങ്ങളെല്ലാം ആയിട്ട് കുറച്ച് വീഡിയോ ഞാൻ കാട്ടിത്തരാം. കെട്ടിടം ഞങ്ങൾ പണ്ട് വരുമ്പോൾ ഈ കെട്ടിടം ഞാൻ തന്നെയുണ്ട്. ഇപ്പം ഞാൻ കാണിച്ച കെട്ടിടമില്ല, അത് ഞങ്ങൾ ചെറുപ്പത്തിൽ ഒരു 17 വയസ്സിൽ ഞങ്ങൾ എന്താക്കി, പണ്ട് അന്നേരം ഇങ്ങനത്തെ വികസനമൊന്നുമില്ല, ചില വികസനമൊന്നുമില്ല. അന്ന് ഞങ്ങൾ പെരുന്നാളിന് ഒരു പെരുന്നാളിന് കക്കടിലെ ടാക്സി ജീപ്പും കൂട്ടിയിട്ട് എന്താക്കി ഞങ്ങളിവിടെ കാണാൻ വേണ്ടി വന്നിട്ട്. അന്നേരം ഐത്തല എന്ന് പറഞ്ഞിട്ട് വരുക, എല്ലാവരും ഇങ്ങോട്ടേക്കാണ് വരിക, കടലിൽ വന്ന് അടിച്ച് പൊളിച്ച്. പിന്നെ ഇപ്പോൾ ഈ പാർക്കിൻ്റെ പേര് ഇതാ എന്താ സാൻഡ് ബാഗ് വടകര എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ഈ സാൻഡ് ബാഗ് എന്ന് പറഞ്ഞാൽ ചിലപ്പം ഈ പിന്നെ പൂയി കൂമ്പാരാക്കിയ സ്ഥലം എന്നാ, പൂയിന്ന് കളിക്കാനല്ല. പക്ഷേ പൂയി അങ്ങ് കടലിൻ്റെ ആ സൈഡിലാണ്. ഇതിൽ തീർത്ത് നാരിയൽ പാർക്കായിപ്പോയി, ഫുള്ള് തെങ്ങ. അങ്ങോട്ടേക്ക് തെങ്ങുമ്പോൾ കരികില്ല, കാര്യം പോക്കാം. ആളും ഇതെല്ലാം ഞായറാഴ്ച ആയതുകൊണ്ടായിരിക്കും നല്ലോണം ആളുണ്ട്. അപ്പോൾ നമുക്ക് പിന്നെ ഇവിടെ ഉണ്ട് ഉപ്പിലിട്ടത്, കുറച്ച് ഉപ്പിലിട്ടെല്ലാം വാങ്ങിയിട്ട് അങ്ങോട്ടേക്ക് പോകും. ഉപ്പിലിട്ട ക്യാരറ്റ് ഉണ്ട്, പേരക്ക ഉണ്ട്, പൈനാപ്പിൾ ഉണ്ട്, മാങ്ങ ഉണ്ട്, അങ്ങനെ 2 തരം നെല്ലിക്ക. ഇതെന്തേനു സാധനം, ഇതെന്തേനു എളന്തപ്പ. ഇതാവുന്നോട്ടെ, ഒരു പീസ് ഇതോട്ടെ. അത് ചെറിയൊരു മധുരലായിട്ടുള്ളതല്ല. അപ്പോൾ ഒരു പീസ് എനിക്കത് ഇതൊന്ന് കഴിച്ചേക്കാം. കുഴപ്പമില്ല. ഈ കടപ്പുറത്ത് കാരുമ്പം തന്നെ നമ്മളെ പണ്ടത്തെ തിരിയുന്ന സാധനം കണ്ടുക. അങ്ങനെ തിരിയുന്ന പമ്പരം കഴിഞ്ഞ് അങ്ങനെ ഞങ്ങൾ കടലിൻ്റെ തീരത്തെത്തി. ഇപ്പുറത്തെ സൈഡിൽ ഇറങ്ങാം. അപ്പോൾ മക്കളെല്ലാം അങ്ങോട്ടേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് വിട്ടിട്ടുണ്ട്. പ്രകൃതി സുന്ദരം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഈ സമയം തന്നെ വരണം. 5-5:30 മണിക്ക് വന്നാൽ ഇതുപോലെ ബാക്ക് സൈഡായിട്ട് അടിപൊളി ഫോട്ടോ എടുക്കാൻ പറ്റും. കണ്ടാ, നല്ല കലക്കം ഫോട്ടോ എടുക്കാൻ പറ്റും. ഇത് മൊത്തത്തിൽ ഒരുപാട് ആളുകളുണ്ട്. മക്കളെല്ലാം അങ്ങ് വെള്ളത്തിലിറങ്ങി. എനിക്കും ഒരു പൂതി വെള്ളത്തിലിറങ്ങാൻ. അപ്പോൾ ഞാനൊന്ന് ഞാൻ നോക്കട്ടെ. കാൽ മിലാന്ന് നോക്കണം. അന്നാ പിടിച്ചു നിന്ന് കടലിനകത്തുന്നാ എന്നാ വരുന്നു, ഓടിക്കോ. ഇതാ വരുന്നു ഇതാ, ഓടിക്കോ. ഇതിനെത്ര പൈസ മോനെ? 10 രൂപയാ? എനിക്ക് കച്ചവടം ആയിക്കോട്ടെ. അപ്പോൾ ഇനി 5 മിഠായി വെക്കുന്നത്, ഒരു 5 മിഠായി ഇവിടെ കൊടുക്ക്. ഒന്ന് ഈ കുട്ടിക്ക് കൊടുക്ക്, ഒന്ന് ആ കുട്ടിക്ക് കൊടുക്ക്, ഒന്ന് ഈ കുട്ടിക്ക് കൊടുക്ക്. 20? അത് രാത്രിയാണ്ട് കളറ് മാറിപ്പോയല്ലേ. എന്തായാലും എണ്ണീക്കില്ല ഇല്ലേ? അപ്പോൾ ഇഞ്ചുള്ള തന്നേക്ക്. 20 എന്നാ കൊടുക്ക്. ഇത് വേണ്ട, അപ്പോൾ ഇത് വേണ്ട. എനിക്ക് തോന്നാം അത് സാരല്ലേ, കുഴപ്പമില്ല. ആ കുഴപ്പമില്ലാലും മോനെ. അല്ല അത് ഓക്കെ, അതാലും വേണ്ട കളർ റോസ്. ഇനി എത്ര 1. അപ്പോൾ എത്ര? 2, 4, 6, 2, 8. ഇതും കൂടി ഇങ്ങ് തന്നേക്ക്. ഇനി എന്തായാലും ഇരിഞ്ഞതല്ലേ, പൊട്ടിച്ചതല്ലേ. അപ്പോൾ എത്ര പൈസയായി? 2. എത്ര പൈസ? എനിക്ക് കണക്കറിയാൻ നോക്കട്ടെ. എത്ര പൈസയായി മൊത്തത്തിൽ? എത്ര പൈസയായി?
പറ ഞാളിതെല്ലാം വാങ്ങി. ഒരു 3 ഒന്നിന് എത്രയാ? 10. ഓള് 20 വാങ്ങി. എത്ര പൈസയായി ഇഞ്ഞു പറയല്ല. ഓനിക്കറിയാം, കച്ചവടം ചെയ്യണേ കണക്ക് പഠിക്കണം. എത്രയാ? इंडिया कितना पैसा हो गया पूरा मालूम है? 80 80 2 4 6 8 ഓക്കെ 80 എന്നാ തരാം. എൻ്റെ മോന് 5 പൈസ ഇത് 500 പിടിച്ചു 100 കിട്ടി. 400 എടുക്ക്. ഇത്രയായി അയ്വാ ബറാബർ. ഓക്കെ 500 അത് ഓക്കെ താങ്ക് യു. ഇപ്പോൾ ഒരുപാട് സമയമായി, ഒരു 7 മണിയാവാനായി. അപ്പോൾ ഇരുടായി. ഇനി ഇപ്പോൾ എന്താക്കുന്ന ഞങ്ങൾ പുറപ്പെടുന്ന എല്ലാം കഴിഞ്ഞ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പം ബൈ ബൈ.